ഹായ്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ക്ലാസ് എന്ന് പറയുന്നത് SCERTയുടെ തന്നെ പുതിയ ചാപ്റ്ററാണ്. സയൻസ് തന്നെയാണ് എടുക്കുന്ന ക്ലാസ്. രണ്ടാമത്തെ ചാപ്റ്ററാണ്. ക്ലാസ് 7ാം ക്ലാസ്സിലത്തെ പുസ്തകമാണ് കേട്ടോ. സയൻസ് ബുക്കാണ്. ആസിഡുകളും ബേസുകളും. ഒരു പ്രൈമറി ലെവൽ തൊട്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള സയൻസിലെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ഭാഗം തന്നെ പറയാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 1-2 ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്കൊന്നും വിട്ട് കളയാനും പറ്റില്ല. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ്സിലെ കുട്ടി സയൻസിൻ്റെ ബേസും ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരീക്ഷണം നടത്തുകയാണ് ടീച്ചറുടെ സഹായത്തോടുകൂടി കേട്ടോ. അപ്പം അതിൻ്റെയാണ് ഡയറി കുറിപ്പ് വായിക്കുന്നില്ല. ഇപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്താണ് ശാസ്ത്ര കിറ്റ് എന്ന്. ശാസ്ത്ര കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പല സാമഗ്രികളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ശേഖരിക്കാൻ പറ്റും. അങ്ങനെ ശേഖരിച്ചു വെക്കുന്ന കിറ്റാണ് ശാസ്ത്ര കിറ്റ്. അതുപോലെ ഇവിടെ പറയുന്നത് കുറെ ഗ്ലാസ് ടംബ്ലേഴ്സ്, 10 ഇട്ട് തിളപ്പിച്ച വെള്ളം, വിനാഗിരി, പുളിവെള്ളം, നാരങ്ങനീര്, ഉപ്പ്, ചാരം, ചുണ്ണാമ്പ്, അപ്പക്കാരം, മോര് തുടങ്ങിയ വസ്തുക്കളാണ് യൂണിറ്റിലെ പരീക്ഷണത്തിനായിട്ട് ഈ ശാസ്ത്ര കിറ്റ്. അതായത് യൂണിറ്റ് ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ള പോയിന്റിലോട്ട് പോവാം. ഇതൊക്കെ ഈ യൂണിറ്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവയൊക്കെ ബേസിക് ആണോ ആസിഡ് ആണോ എന്നുള്ള തരത്തിലാണ് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചാപ്റ്റർ മൂവ് ചെയ്യുന്നത്. ഓക്കെ. പതിമുഖത്തിന്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ ഏതെങ്കിലും പൊതു സ്വഭാവമുണ്ടോ? അവയെല്ലാം പുളിരുചിയുള്ളവയാണല്ലോ. ചില ആസിഡുകൾ അടങ്ങിയത് കൊണ്ടാണ്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി നമുക്ക് പഠിക്കാനുണ്ട്. അത് പുളിരുചിയുള്ളതാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ഇതാവാണ്ട് പഠിക്കുന്ന സമയത്ത് ആസിഡുകൾ ബേസുകൾ എന്നൊരു ടോപ്പിക് എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ പൊതുവെ പഠിക്കുന്നതാണ് ഒരുപാട് ആസിഡുകൾ ബേസുകൾ. അതൊക്കെ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ട് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ പുതിയ പരിഷ്കരിച്ച പാഠബുക്കാണ്. ഇപ്പത്തെ നമുക്കറിയാം PSC ട്രെൻഡ് ഒക്കെ ആകെ മാറി അല്ലേ. ഭയങ്കര ലെവല് വേറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ്. ചിലപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് പരീക്ഷ എഴുതാൻ, ചിലപ്പോൾ നമുക്കത് എഴുതാനായിട്ട് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കയ്യിൽ നമ്മൾ എത്രയും ഈസിയാന്ന് വിചാരിച്ച പോലെ ഒതുങ്ങിത്തീരണമെന്നുമില്ല. അപ്പം അത് ഡീമോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ അതൊരു സത്യമാണ്. അപ്പം നമ്മൾ എല്ലാം ഡെപ്തിൽ ഇത്തിരി പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ലിറ്റ്മസ്? പാറകളിലും മരങ്ങളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചിലയിലും ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്നതാണ് ലിറ്റ്മസ്. നിങ്ങൾ ലിറ്റ്മസ് പേപ്പർ കണ്ടിട്ടുണ്ടോ? ചുവന്ന നിറത്തിലും കാണാൻ നമുക്ക് പറ്റും, നീല നിറത്തിലും കാണാൻ പറ്റും. ലിറ്റ്മസ് പേപ്പർ ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പ്രകൃതിദത്തമായിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ചെമ്പരത്തിയില കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ ചെയ്തു കാണും. എന്തുകൊണ്ടാണ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുന്നത്? ഇതിന്റെ നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ കഴിയുന്നു. ഇവിടെ പദാർത്ഥത്തിന്റെ സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് അത് ബേസിക് ആണോ അസിഡിക് ആണോ എന്ന് അറിയാൻ പറ്റുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ലിറ്റ്മസ് പേപ്പറും ഉണ്ടാക്കുന്നുണ്ട്, അത് ലയിപ്പിക്കുന്ന ലിറ്റ്മസ് ലായനി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പരീക്ഷണം നടത്തുന്നത് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ആസിഡ് ആണ്, ഇത് ആസിഡ് ആണ്, ഇത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ബേസ് ആണ് അല്ലെ, ബേസിക സ്വഭാവമാണ്. അപ്പം എന്തെല്ലാം ദ്രാവങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത്? നാരങ്ങ നീര്. ഈ ഉത്തരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കണക്ട് ആക്കാൻ പറ്റുന്നുള്ള കാര്യം ഡെഫിനേഷൻ ഞാൻ പറയാം, പേടിക്കണ്ട. അതായത് ഇങ്ങനൊരു കോഡ് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചു വെച്ചുകൊള്ളുക, എല്ലാ കാലത്തും ഓർമ്മ നിൽക്കാനായിട്ട്. ഇപ്പൊ ഈവൻ ഇത് മനസ്സിൽ ഇനി വീണ്ടും നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിലും നമുക്കിത് പെട്ടെന്ന് നോക്കുമ്പോൾ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ABC എന്നുള്ള ഈ കോഡൊന്ന് നിങ്ങൾ പഠിച്ചു വെച്ചുകൊള്ളുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആസിഡുകള് ബ്ലൂ ലിറ്റ്മസിനെ ചുവന്ന നിറത്തിലാക്കുന്നുണ്ട്. C4 ചുവന്ന നിറം. ഓക്കെ. അപ്പോ ആസിഡുകൾ ബ്ലൂ ലിറ്റ്മസിനെ ചുവന്ന നിറത്തിലാക്കുന്നു.
അങ്ങനെയുള്ള അതായത് ബ്ലൂ ലിറ്റ്മസ് ചുവന്ന നിറത്തിലാക്കുന്നുണ്ടെങ്കിൽ, നാരങ്ങ നീരിൽ മുക്കും ചുവപ്പ് നിറങ്ങൾ ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ അത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആസിഡ് ആണ് അല്ലേ? അതാണ് പറയുന്നത് കേട്ടോ. നാരങ്ങ നീര് ഒരു ആസിഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ വാക്യം നമുക്ക് മനസ്സിലാക്കാം എന്തെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പിനെ നീല നിറമാക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, അത് തന്നെയാണ് റിപ്പീറ്റഡ് ആക്കി ഈ ബോക്സിൽ പറയുന്നത്. നമുക്കതൊന്ന് ഒന്നിച്ചു വായിച്ചാലാ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. ലിറ്റ്മസിന് ഒരു പകരക്കാരൻ, അതായത് ഒരു വെള്ളക്കടലാസിന്റെ ഇരുവശത്തും ചുവന്ന ചെമ്പരത്തി പൂരിച്ച് പിടിപ്പിച്ച് ഉണക്കിയെടുക്കുമ്പോഴുള്ള നിറം, അത് ഒന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷണം ചെയ്തു നോക്കൂ എന്നാണ് പറയുന്നത്. അതായത് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളൊരു ടേമുമായിട്ട് ബന്ധപ്പെട്ട് നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം എന്നുള്ളൊരു ക്വസ്റ്റ്യന് സൂചകങ്ങൾ എന്നാണ് ഉത്തരം. ലിറ്റ്മസ് പേപ്പർ നമുക്കൊരു ഉദാഹരണമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഫിനോൾഫ്തലും മീഥൈൽ ഓറഞ്ചും ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. ഇനി സാർവിക സൂചകം യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകം. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതം. ഏതാനും തുള്ളി ആസിഡോ ബേസുകളോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. ആ കുപ്പിക്ക് പുറത്തുമുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവകത്തിന്റെ സ്വഭാവവും തീവ്രതയും കണ്ടെത്താം. ഓക്കെ, ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇത് നമുക്ക് നോക്കാനായിട്ട് പറ്റുക കേട്ടോ. ചാർട്ടിനെ നമ്മൾ കമ്പയർ ചെയ്യും. ഇവിടെ കാണുന്ന pH ചാർട്ടിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ തീവ്രത നോക്കും, നിറം നോക്കും, എന്നിട്ടാണ് അത് ബേസ് ആണോ അത് ആസിഡ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതായത് ചുമന്ന നിറത്തിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം അത് എന്തായിരിക്കും, നമുക്കറിയാം ആസിഡുകളായിരിക്കും. നീല നിറത്തിലോട്ട് പോകുമ്പോഴോ എന്താണ് പ്രത്യേകത? അത് ബേസിക്ക സ്വഭാവത്തിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ആസിഡുകളും പുളിരുചി, എല്ലാ ബേസുകളും കാരരുചി, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അപ്പക്കാരൻ ലൈനൊക്കെ നമുക്ക് എന്തിൽ പെടുത്താം? ബേസിന്റെ സ്വഭാവമുണ്ട്. അപ്പം ആസിഡുകള് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ബേസുകള് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. ലാറ്റിൻ ഭാഷയിൽ അസിഡസ് എന്നാണ്. അപ്പൊ അസിഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം വന്നിട്ടുള്ളത് പുളിരുചി എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അവിടെ നിന്നാണ് ആസിഡ് എന്ന പദമുണ്ടായത്. ഇപ്പൊ താഴെ കൊടുത്തിരുന്നതൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം ഓരോന്നിലും ആസിഡിക് സ്വഭാവം ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ എന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടേമാണ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നെല്ലിക്കയിൽ വൈറ്റമിൻ സി ആണ്. ഈ വൈറ്റമിൻ സിന്റെ ഒരു കോമൺ നെയിം എന്നൊക്കെ നമ്മൾ പറയും. അതിനെ ഒരു എക്സോർബിക് ആസിഡ് എന്നും പറയും. ഇതിന്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മോര് തൈരില് അടങ്ങിയിട്ടുള്ളത് ലാക്റ്റിക് ആസിഡ്. ഓരോ ഭക്ഷ്യവസ്തുക്കളിലും അടങ്ങിയിട്ടുള്ള ആസിഡുകൾ പഠിക്കണം. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, വാളൻപുളിയിൽ ടാർട്ടാറിക് ആസിഡ്, ആപ്പിളില് മാലിക് ആസിഡ്, നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എക്സോർബിക് ആസിഡ്, തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഓക്സാലിക് ആസിഡ്. അവസാനത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് പാലിനെ തൈരാക്കി മാറ്റി തിളപ്പച്ചാറിയ അല്പം തൈര് ഉറ ഒഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. തൈരിൽ ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ചോദിക്കാം
മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ ഇവയാണ് പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് ലാക്റ്റിക് ആസിഡ്, അതാണ് നമ്മുടെ പാലിലെ തൈരിനെ എന്താ പുളി രുചി കൊടുക്കുന്നത്. അപ്പം അതൊരു ചോദ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ലബോറട്ടറിയിലെ ആസിഡുകളും ബേസുകളിലും പഠിക്കാനുള്ളത്, ഇത് പൊതുവെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ആസിഡുകളാണ്. ഇതുപോലെ തന്നെ ബേസുകളിലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ ചോദിച്ചു കഴിഞ്ഞാല് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഉറുമ്പിന്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ആണുള്ളത്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ശരീരകോശങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. ഇനി നമ്മുടെ ശരീരത്തിലെ ദഹനത്തിന് ആമാശയത്തിൽ പുറപ്പെടുവിക്കുന്ന ആസിഡാണ് എന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. കൂടുമ്പോഴാണ് നമ്മൾ അസിഡിറ്റി ഉണ്ടാകുന്ന പറയാം. ആമാശയത്തിനുള്ള നീറ്റല്, നെഞ്ചരിച്ചല്, പുളിച്ചിര കെട്ടലൊക്കെ ഉണ്ടാവുക. ഈ ആസിഡിനെ നിർവാര്യമാക്കാൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആന്റാസിഡുകൾ കേട്ടോ. ഇനി വേറൊരു പോയിന്റ്, ഇതിലൊരു ബോക്സ് വരുന്നുണ്ട്, അത് നിങ്ങൾ എന്തായാലും പഠിക്കണേ. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ആ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഓക്കെ, കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഉണ്ടാകുന്നത് ലോഹങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ. പിന്നെ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്, ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങും. റോക്കറ്റുകളിലെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളുണ്ട്. 2023 ഡൽഹിയിലെ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും പത്രത്തിൽ നോട്ടീസ് ചെയ്ത കാര്യമാണ് അല്ലേ. ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കും. H2O2 ഉണ്ടാകുമ്പോഴാണ് H2O ഉണ്ടാവുന്നത്. അതാണ് ജലം. ഈ H2O ആണ് ജലം. അതറിയില്ല എല്ലാവർക്കും. H2O വിച്ച് മീൻസ് എന്താ? ജലം. H2O ആണ് കേട്ടോ ജലം. ആൻഡ് പിന്നെ എന്തോ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലത്തെ വിഘടിപ്പിച്ചിട്ട് ഇവിടുത്തെ ഹൈഡ്രജനും ഈ ഓക്സിജൻ ആക്കിയിട്ട് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ ഞാൻ ഇനി പറയുന്നില്ല, നമുക്ക് കുറെ അറിയുന്ന കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗങ്ങളിലെ ഇതിലെ സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ, സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി രാസവള നിർമ്മാണത്തിന്, നൈട്രിക് ആസിഡ് രാസവളം, പെയിന്റ്, ചായം എന്നിവ നിർമ്മിക്കാൻ. എന്തിനാണ് നൈട്രിക് ആസിഡിന്റെ ഉപയോഗം? പ്രധാനപ്പെട്ടതാണ്. രാസവളം, പെയിന്റ്, ചായങ്ങൾ. ഓക്കെ. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി രാസവള നിർമ്മാണം. നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത് രാസവളവും പെയിന്റ്, ചായം. ടാനിക് ആസിഡും കൂടെ പഠിച്ചോളൂ. തുകൽ, മഷി, ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിയാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിന്റെ അസിഡിറ്റി. ഇത് നമ്മൾ കറക്റ്റ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഫീഡ് ചെയ്ത് കൊടുത്ത കാരണമാണ് നമ്മൾ എടുത്ത് പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് മാം പറയുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഗ്ലാസ് നിർമ്മാണം, മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ. ഓക്കെ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സോഫ്റ്റ് സോപ്പുകൾ ഉണ്ടാക്കാൻ. നമ്മുടെ സോപ്പിന്റെ ഒക്കെ ഇൻഗ്രീഡിയൻസിൽ നമുക്കറിയാം അത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ. അറിയുന്നില്ലെങ്കിൽ 2 വട്ടം പറഞ്ഞു നോക്കാം കേട്ടോ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാ? സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ. അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാ? മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻസിൽ, അതായത് മരുന്നുകളുടെ ആ ഒരു ബാക്ക് സൈഡ്, നമുക്ക് പിൽസ് കിട്ടുന്ന അതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ വ്യൂ ചെയ്തറിയാം ഇവയുടെയൊക്കെ പ്രസൻസ് കാണുന്നതായിരിക്കും. അപ്പൊ നമ്മള് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പഠിച്ചു, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒറ്റവട്ടം പഠിക്കുക. പിന്നെ ഒത്തിരി ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ല മനസ്സ് ഫിക്സഡ് ആയിട്ട് മൈൻഡിൽ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏത് നേരം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറക്കാൻ സാധ്യതയില്ല. ഇപ്പൊ സോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റണം. സോഡിയത്തിന്റെ പ്രസൻസ് ഉണ്ട്, ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസ് ഉണ്ട്. പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ സോഫ്റ്റ് സോപ്പാക്കി മാറ്റുന്നത്. അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മരുന്നുകളിലാണ് അടങ്ങിയിരിക്കുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഗ്ലാസ് നിർമ്മിക്കാൻ.
അതുപോലെ മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ. ക്ഷമിക്കണം, കുറച്ച് ലാഗായി പോയി. ഇനി സോപ്പ് നിർമ്മാണത്തിന്റെ ഒരു ഘട്ടത്തിലേക്കാണ്. കാസ്റ്റിക് സോഡ, വെളിച്ചെണ്ണ, വെള്ളം, സോഡിയം എന്നിവ ഉപയോഗിച്ചിട്ടാണ് സോപ്പ് നിർമ്മിക്കുന്നത് കേട്ടോ. അതിന്റെ ഒരു ഭാഗമാണ് ഇനി കാണുന്നത്. അത് നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. മോൾഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെളിച്ചെണ്ണ ആദ്യം എന്താ ചെയ്യുന്നത്, ഒരു പരന്ന പാത്രത്തിൽ എടുത്തു വെച്ച് വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർത്തിളക്കുക. എന്ത്, കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിച്ചിട്ടുള്ളത് കുറച്ച് ചൂട് പുറത്തു വിട്ടിട്ട് ആ ലായനി തണുത്ത ശേഷം ഒരു പരന്ന പാത്രത്തിൽ എടുത്തു വെച്ച് വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർത്തിളക്കുക കേട്ടോ ഈ മിശ്രിതം. തുടർന്ന് സോപ്പിന്റെ ഗാഢത അളവ് കൂട്ടാൻ സോഡിയം സിലിക്കേറ്റ്. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞോട്ടെ. അതായത് സോപ്പിന്റെ ഗാഢത അളവ് കൂട്ടാനായിട്ട് ചേർക്കുന്ന മിശ്രിതം സോപ്പ് നിർമ്മാണ രീതിയിൽ നിന്ന് ചോദിക്കാം. അപ്പൊ സോഡിയം സിലിക്കേറ്റ് ആണ് കേട്ടോ. കണ്ട, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ സ്റ്റോൺ പൗഡറും ക്രമമായിട്ട് ചേർക്കാം. സോപ്പിന് ഭംഗി കൂട്ടാനായിട്ട് കളർ, സുഗന്ധം, പെർഫ്യൂംസ് ചേർക്കാം. മിശ്രിതം കുറുകുന്നത് വരെ തുടരെ ഇളക്കണം. കുറുകിയ മിശ്രിതം മോൾഡിൽ ഒഴിച്ചു വെക്കുക. ഒഴിച്ച ശേഷം മോൾഡിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്, അതൊരു ടൈം ഉണ്ട് കേട്ടോ, അപ്പൊ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു 2 വീക്സ് ടൈം അലോട്ട് ചെയ്യാം. പിന്നെ മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മഞ്ഞൾ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ആസിഡുകൾ തിരിച്ചറിയാനായിട്ട് ചുവന്ന ചെമ്പരത്തിപ്പൂ കടലാസ് ഉരച്ചു. ഇത് പ്രകൃതിദത്തമായിട്ട് സൂചകമാണ്. ഇതുപോലെ ബേസുകളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നതാണ് എന്ത്, മഞ്ഞൾ ഉരച്ച കടലാസ്. നമ്മള് ഈ ചുവന്ന തരത്തിലെ നമുക്ക് നീല ലിറ്റ്മസ് പേപ്പർ ചെമ്പരത്തിപ്പൂ ഉരച്ച് ഉണങ്ങി കിട്ടുമ്പോൾ നമുക്ക് നീല ലിറ്റ്മസ് പേപ്പർ ഒരു ആസിഡ് മിശ്രത്തിൽ ഉരയ്ക്കുമ്പോൾ നമുക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആയിട്ട്. പക്ഷെ അത് നമുക്ക് വീണ്ടും ബേസിൽ ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു ബേസിക സ്വഭാവം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ബേസുകളുടെ സൂചകമായിട്ടാണ്, പ്രകൃതിദത്ത സൂചകമായിട്ടാണ് മഞ്ഞളിനെ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാൻ നോക്കിയാലോ. ഓക്കെ, ആസിഡിന്റെ സൂചകമായിട്ട് ഉപയോഗിക്കാവുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ആസിഡിന്റെ സൂചകമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിച്ചാലാണ് ആസിഡിന്റെ സൂചകമായിട്ട് കിട്ടാം? നിങ്ങൾ ഉത്തരം അറിയാവുന്നെങ്കിൽ അത് രേഖപ്പെടുത്തണേ കമന്റ് ബോക്സിൽ. ഉത്തരം അറിയാവുന്നെങ്കിൽ രേഖപ്പെടുത്തണേ. അത് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആണ് കേട്ടോ, അതൊന്ന് കണ്ടുപിടിക്കണേ. അതുപോലെ തന്നെ ഓട്ടോമൊബൈലിൽ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ, നൈട്രിക്കും അല്ല ഫോമിക്കും അല്ല, അല്ലെ? അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് ഇതും കണ്ടുപിടിക്കുക. അതുപോലെ നമ്മള് ഓരോന്നിന്റെ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിൽ ആലോചിക്കാം. അപ്പൊ നൈട്രിക് ആസിഡിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാ, എന്തിലൊക്കെയാ നമ്മൾ നൈട്രിക് ആസിഡ് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. അപ്പം ഇത് രണ്ടും ഒരു കുട്ടി ഹോംവർക്ക് പോലെയാണ്. അപ്പൊ അത് കണ്ടുപിടിക്കണം നിങ്ങൾ കേട്ടോ. നിങ്ങൾ തന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.